കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ്? ഈ പറഞ്ഞല്ലേ ഞാൻ പറയും. ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി. ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയായിരിക്കും നന്ദകുമാറിന് എന്റെ കേസിലുള്ള ബന്ധത്തെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാലോ. നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല കേട്ടോ. എന്നോടാണ് ചോദിക്കുന്നതെന്ന് ധരിക്കണം കേട്ടോ. നന്ദകുമാറിന് ഏതെല്ലാം തരത്തിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അത് മറ്റാരും പറഞ്ഞ് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമല്ല. പക്ഷെ ആ കാര്യത്തിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അങ്ങേക്കെതിരെ പ്രവർത്തിച്ച ആളായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരം ആളുകളൊക്കെ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ട് എന്തെങ്കിലും ഫലം കിട്ടിയോ? അവരവരുടേതായ വഴി വല്ലാതെ നോക്കി എന്നുള്ളത് ശരിയാണ്. അതിനെ ഫൈനാൻസ് ചെയ്യാൻ ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അതാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളെ കൂട്ടത്തിലും ചിലരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ളവർ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഒരു വൃത്തം നേരത്തെ മുതൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതായി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞു തീരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ്? ഈ പറഞ്ഞല്ലേ ഞാൻ പറയും. ഞാൻ പറയേണ്ടത് പറയേണ്ടെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ശരി. പക്ഷെ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത്, എനിക്കെതിരെ ഒരു വൃത്തം ദശാബ്ദങ്ങളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഫൈനാൻസ് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ തോതിലുള്ള പിന്തുണ മാധ്യമങ്ങൾ നൽകുന്ന, ഒരുപറ്റം മാധ്യമങ്ങൾ നൽകുന്ന നിലയും കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഞാനെങ്കില്ലാതായിപ്പോയോ? ഞാനിപ്പോഴും ഇവിടെ നിൽക്കുകയല്ലേ. അവരുദ്ദേശിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടന്നോ? ചില കാര്യങ്ങൾ തൽക്കാലം നേട്ടങ്ങളുണ്ടായി എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ആത്യന്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയോ? ആത്യന്തികമായി ഞാനങ്ങ് തളർന്നു പോയോ? അപ്പം ഇതാണ് നമ്മൾ കാണേണ്ടത്. വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ അധികം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ അതൊന്നും നാട്ടിൽ ചെലവാകില്ല എന്ന് നമ്മൾ കാണണം.